ജോസഫ് വിജയ് ചന്ദ്രശേഖർ തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. ആരാണ് വിജയ്? എന്താണ് വിജയ്? നമുക്കൊന്ന് പരിശോധിക്കാം. 1974 ജൂൺ 22-ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ എസ് ചന്ദ്രശേഖരന്റെയും ഗായികയും കഥാകൃത്തും നിർമ്മാതാവുമായ ശോഭ ചന്ദ്രശേഖരന്റെയും മകനായാണ് വിജയ് ജനിച്ചത്. സിനിമയുമായി വളരെ അടുത്ത ബന്ധമുള്ള കുടുംബമായതിനാൽ കൊണ്ട് തന്നെ ബാല്യകാലം മുതൽ വിജയ് സിനിമാ അന്തരീക്ഷത്തിലാണ് വളർന്നത്. വീട്ടിൽ സ്ഥിരമായി സിനിമാ ചർച്ചകളും ഷൂട്ടിംഗ് അനുഭവങ്ങളും കലാകാരന്മാരുടെ വരവുകളും ഉണ്ടായിരുന്നു. വിജയ്ക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, വിദ്യ. എന്നാൽ ബാല്യത്തിൽ തന്നെ അവൾ മരിച്ചു പോയിരുന്നു. ഈ സംഭവം വിജയെ ആഴത്തിൽ ബാധിച്ചതായി പല അഭിമുഖങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട്. സഹോദരിയുടെ മരണത്തിന് ശേഷം അക്കാലത്ത് വിജയ് കൂടുതൽ അന്തർമുഖനായി പോയിരുന്നു. ബാല്യത്തിൽ വിജയ് വളരെ നാണമുള്ള കുട്ടിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയാറുണ്ട്. സ്കൂളിൽ അധികം സംസാരിക്കാത്ത സ്വഭാവം, എന്നാൽ സുഹൃത്തുക്കളെ അനുകരിക്കൽ, സിനിമാ രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കൽ, നൃത്തം ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അച്ഛന്റെ സിനിമാ ഷൂട്ടിങ്ങുകളിലേക്ക് വിജയ് ഇടയ്ക്കിടെ പോകുമായിരുന്നു. അവിടെ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും അടുത്തറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് സിനിമയോടുള്ള ആകർഷണം വർദ്ധിപ്പിച്ചു. വിജയ് ആദ്യം പഠിച്ചത് ഫാത്തിമ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നീട് ബാലലോക് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിനായി ലയോള കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ ചേർന്നെങ്കിലും സിനിമയിലേക്കുള്ള ആകർഷണം കാരണം പഠനം പൂർത്തിയാക്കാതെ അഭിനയത്തിലേക്ക് തിരിഞ്ഞു. കൗമാരത്തിൽ വിജയ് വലിയ സിനിമ പ്രേമിയായിരുന്നു. പ്രത്യേകിച്ച് രജനികാന്തിന്റെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റൈലും ജനങ്ങളുമായി ഇടപെടുന്ന രീതിയും വിജയിയെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ നൃത്തത്തിലും ഫൈറ്റിലും ശ്രദ്ധ ചെലുത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഡാൻസ് സ്റ്റൈൽ വലിയ ജനപ്രീതി നേടാൻ ഇത് സഹായിച്ചു. കൗമാരത്തിൽ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങിയിരുന്നു. അച്ഛൻ സംവിധാനം ചെയ്ത സിനിമകളിലായിരുന്നു ആദ്യ പ്രത്യക്ഷപ്പെടലുകൾ. വിജയ് ബാലകാലമായി ചില ചിത്രങ്ങളിൽ അഭിനയിച്ചു. അവയിൽ ചിലത് വെട്രി, കുടുംബം, നാൻ, സികപ്പ് മനിതൻ. ഈ ചിത്രങ്ങളിലൂടെ ക്യാമറ, ഷൂട്ടിംഗ്, അഭിനയ രീതികൾ എന്നിവ നേരിട്ട് പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയെ തൊഴിൽ മേഖലയായി തീരുമാനിച്ചിരുന്നു. അച്ഛൻ ആദ്യം വിജയെ നായകനാക്കുന്നതിൽ സംശയത്തിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാരണം അന്നത്തെ തമിഴ് സിനിമയിൽ ശക്തമായ സ്ക്രീൻ പ്രസൻസും ഭീമൻ സ്റ്റാർ ഇമേജുകളുള്ള നായകന്മാരായിരുന്നു പ്രബലർ. വിജയ് ഒരു നാണം കുടുങ്ങിയായിരുന്നതിനാൽ ഹീറോ മെറ്റീരിയൽ ആണോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ വിജയ് സ്ഥിരമായി പരിശീലനം നേടുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. നായകനായുള്ള സിനിമ പ്രവേശം 1992 പുറത്തിറങ്ങിയ നാളയ തീർപ്പ് ആണ് വിജയുടെ നായകനായുള്ള ആദ്യ സിനിമ. ചിത്രം സംവിധാനം ചെയ്തത് അച്ഛൻ എസ് ചന്ദ്രശേഖർ ആയിരുന്നു. എന്നാൽ സിനിമ വലിയ വിജയമായില്ല. വിജയുടെ രൂപത്തെയും അഭിനയത്തെയും കുറിച്ച് വിമർശനങ്ങളും ഉണ്ടായി. ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുക പോലും ചെയ്തു. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. അതിനുശേഷം വന്ന പൂവേ ഉലക്കാകെ, ലവ് ടുഡേ, കാതലുക്ക് മര്യാദ എന്നിവ അദ്ദേഹത്തെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കി. തുടക്കത്തിൽ വിമർശിക്കപ്പെട്ട ഒരാളിൽ നിന്ന് പതുക്കെ റൊമാന്റിക് ഹീറോ, ഫാമിലി ഹീറോ, മാസ് ഹീറോ, പാൻ ഇന്ത്യൻ താരപദവി എന്നിങ്ങനെ വളർന്നു. ഒരു തെലുങ്ക് ചിത്രമായ ഒക്കാഡിയുടെ തമിഴ് റീമേക്കായി 2004 റിലീസായ ഗില്ലി എന്ന ചലച്ചിത്രമാണ് വിജയ്ക്ക് സൂപ്പർ സ്റ്റാർ പദവി സമ്മാനിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന കുടുംബ നായകൻ എന്ന ഇമേജിനപ്പുറം അമാനുഷിക പരിവേഷമുള്ള സൂപ്പർ സ്റ്റാർ ഇമേജിലേക്ക് വിജയ് വഴിമാറി. ഈ സിനിമ വിജയുടെ കരിയറിലെ വലിയ ടേണിംഗ് പോയിന്റായി കണക്കാക്കപ്പെടുന്നു. അതിവേഗം മാസ് എന്റർടൈൻമെന്റ് ആയിരുന്ന ചിത്രം ആക്ഷനും കോമഡിയും റൊമാൻസും വിജയുടെ എനർജിയും ഡാൻസും പഞ്ച് ഡയലോഗുകളും സ്ക്രീൻ പ്രസൻസും എല്ലാം ചേർന്ന് വിജയെ മാസ് സൂപ്പർ സ്റ്റാർ തലത്തിലേക്ക് ഉയർത്തി. പിന്നീട് തുപ്പാക്കി, മെർസൽ, ലിയോ പോലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാക്കി മാറ്റി. സിനിമകളിലെ വീരനായകൻ ഇനി രാഷ്ട്രീയത്തിലും വലിയ നായകനായി പൊതുജന സമൂഹത്തിന് നന്മകൾ ലഭിക്കട്ടെ. അഭിനന്ദനങ്ങൾ ജോസഫ് വിജയ് ചന്ദ്രശേഖർ.